ഹായ്, ഞാൻ ഐശ്വര്യ. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുക്കർ പുലാവാണ്, വെജിറ്റബിൾ പുലാവ്. അപ്പോൾ നമുക്ക് ആദ്യമാണെങ്കിൽ സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു പ്രഷർ കുക്കർ അടുപ്പിൽ വെക്കാം. അത് നല്ലവണ്ണം ചൂടായി വരട്ടെ. വളരെ ഈസി ആയിട്ട് ഉണ്ടാകാവുന്നതാണ്. നമ്മുടെ വീട്ടിലുള്ള പച്ചക്കറികളൊക്കെ ഉപയോഗിക്കാം. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വെണ്ടയ്ക്ക, പടവലങ്ങ, വെള്ളരിക്ക അതൊന്നും ചേർക്കരുത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിരിക്കുമല്ലോ. ക്യാരറ്റും ബീൻസും പിന്നെ കുറച്ച് സവോള, പച്ചമുളക്, ഇതൊക്കെ പൊട്ടറ്റോ, ഇതൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാക്കാവുന്ന ഒരു ഈസി ആയിട്ടുള്ള പുലാവ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നല്ലവണ്ണം ഒന്ന് അതായത് പാനല്ല, നമ്മുടെ കുക്കർ നല്ലോണം ചൂടായി. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഈ പുലാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. ഞാൻ പൊതുവെ ആണെങ്കിൽ നെയ്യ് അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷേ നെയ്യിൽ ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും, അതിഷ്ടമുള്ളവർക്ക്. അപ്പം ഇത് നല്ലവണ്ണം ഒന്ന് ചൂടായി വരട്ടെ. ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമാകും കേട്ടോ. അതുകൊണ്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടിഫിൻ ആയിട്ട് വേണമെങ്കിൽ കൊടുത്തു വിടാവുന്നതാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ എണ്ണ അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ് കൊടുക്കാം, നമ്മുടെ ഉണങ്ങിയ വഴണയില. പിന്നെ അതിലേക്ക് ഒരു 4 ഗ്രാമ്പൂ, അതുപോലെ തന്നെ ഒരു 4 കുരുമുളക്, പിന്നെ ഒരു സ്പൂൺ വേണ്ട, ഒരു നുള്ള് പെരുംജീരകം, ഒരുപാട് അതിൻ്റെ ടേസ്റ്റ് വേണ്ട, ഒരു നുള്ള് പെരുംജീരകം കൂടി ചേർക്കുക. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരട്ടെ. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എണ്ണ ഓൾറെഡി ചൂടായതുകൊണ്ട് ഒരുപാട് അങ്ങ് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല, കരിഞ്ഞു പോകരുത്. നമുക്കതിലേക്ക് ഒരു സവോള, ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. എല്ലാം ചെറിയ ചെറിയ പീസായിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. അപ്പം ഒരു സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവോള ഒന്ന് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരട്ടെ. അപ്പം ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ കുക്കറിലാണെങ്കിൽ എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും ആ വീഡിയോ കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അതിനേക്കാൾ ഈസിയാണ് ഈ പുലാവ് ഉണ്ടാക്കാൻ. പുലാവൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ്, കാരണം അത് നിറയെ വെജിറ്റബിൾസ് ചെല്ലും. അപ്പോൾ ഞാൻ നേരത്തെയുള്ള വീഡിയോസിലൊക്കെ പറയുന്ന പോലെ തന്നെയാണെങ്കിൽ ഈ സവോള വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് പെട്ടെന്ന് വഴന്ന് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ പുലാവൊക്കെ കഴിക്കുന്നത് നല്ലതാണ്, കാരണം അതിൽ നമ്മൾ അറിയാതെ തന്നെ കുറേ വെജിറ്റബിൾസൊക്കെ അങ്ങോട്ട് ആഡ് ചെയ്യുമ്പോൾ ഇത്രയും വെജിറ്റബിൾ അല്ല, നമുക്ക് ഇതിനകത്ത് കോൺ ചേർക്കാം, പനീർ ചേർക്കാം, പിന്നെ ആണെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർക്കാം. ചിലർ ബീറ്റ്റൂട്ടും ചേർക്കാറുണ്ട്, പക്ഷേ ഞാൻ ബീറ്റ്റൂട്ട് ചേർക്കാറില്ല. അപ്പോൾ ഞാനിവിടെ പൊട്ടറ്റോ ഇടുകയാണ്. പൊട്ടറ്റോ ഇങ്ങനെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 പൊട്ടറ്റോ ചേർക്കുന്നുണ്ട്. ഞാൻ പൊതുവേ ഈ പുലാവിൽ ചേർക്കുന്ന വെജിറ്റബിൾസ് ഒക്കെ വളരെ കൂടുതലാണ്, എനിക്ക് തന്നെ അറിയാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പൊട്ടറ്റോ, ഒരു സവോള, ഒരു പകുതി ക്യാരറ്റ്, ഒരു 3-4 ബീൻസ് ഇങ്ങനെ ചേർത്താൽ മതി. ഞാനിവിടെ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഹസ്ബൻഡും മോനും ഒരു കാരണവശാലും വെജിറ്റബിൾസ് കഴിക്കത്തില്ല. അവർക്ക് വെജിറ്റബിൾസ് ഇഷ്ടമല്ല. ആകെ ഇഷ്ടമുള്ള വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ പൊട്ടറ്റോയാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി വെജിറ്റബിൾ അങ്ങ് കൂടുതൽ ചേർക്കും. അപ്പോൾ കൂടുതൽ ചേർക്കുന്നതുകൊണ്ട് അത് അറിയാതെ അങ്ങ് പോവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ്, ഒരു 6-7 ബീൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നു, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത്. മെത്തേഡ് നിങ്ങൾ വീഡിയോ നോക്കി ചെയ്യണം. അപ്പം മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ എപ്പോഴും വീഡിയോ നോക്കേണ്ട ആവശ്യം വരത്തില്ല, വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യട്ടെ, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ. നല്ലവണ്ണം മിക്സ് ചെയ്താൽ എല്ലാ ഭാഗത്തും ഉപ്പും ഒക്കെ പിടിക്കത്തുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 2 പച്ചമുളക്, ചെറിയ പച്ചമുളക് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ ഒന്ന് മിക്സായി വരട്ടെ. അപ്പം ഒരു മിനിറ്റ് ഇങ്ങനെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ പൊതുവേ കുക്ക് ചെയ്യുക. ഇനി എല്ലാ സാധനങ്ങളും അല്ല, എന്നാലും ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഇപ്പം ഈ വഴന്ന് വരുമ്പോൾ ഞാനൊരു അല്ലെങ്കിൽ മീഡിയത്തിൽ കുറവ്. കാരണം നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുമെങ്കിലും ചിലപ്പോൾ അത് വേവില്ല. അപ്പോൾ അതുമാത്രമല്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട്. എനിക്ക് ഒരുപാട് പ്രാവശ്യം അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നല്ല തിളച്ച വെള്ളം ചേർക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന അരിയുടെ ഇരട്ടിയായിരിക്കണം. അപ്പോൾ നമ്മൾ 1 ഗ്ലാസ് അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
നമ്മൾ അതിലേക്ക് എത്ര ഗ്ലാസ് വെള്ളം ചേർക്കണം? 2 കപ്പ് വെള്ളം ചേർക്കണം. 2 ഗ്ലാസ് ആണെങ്കിൽ 4 കപ്പ് വെള്ളം ചേർക്കണം. അപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ വെള്ളം എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ ഏത് ഗ്ലാസ്സിനാണോ നമ്മൾ അരി എടുക്കുന്നത് അതേ ഗ്ലാസ്സിൽ തന്നെ വെള്ളം ചേർക്കാനും ശ്രമിക്കുക. അപ്പം ഇതിനകത്തേക്ക് ഞാൻ ഇപ്പോൾ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. 2 കപ്പ് വേണം. ഇപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ, നല്ല തിളച്ച വെള്ളം ആയതുകൊണ്ട് കൈ ഏകദേശം ചെറുതായിട്ടൊന്ന് പൊള്ളി. അപ്പോൾ ആദ്യം 1 കപ്പ് ഒഴിച്ചു. അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്യട്ടെ, എന്നിട്ട് 1 കപ്പും കൂടി ഒഴിക്കാം. അപ്പോൾ വെള്ളമാണെങ്കിൽ അരിയുടെ അളവനുസരിച്ച് അതേ കപ്പിൽ തന്നെ എടുക്കാൻ ശ്രമിക്കും. ഞാൻ എല്ലാ വീഡിയോയിലും ഇത് പറയാറുണ്ട്. റിപ്പീറ്റഡായി പറയുന്നത് നിങ്ങൾ കാണുമ്പോൾ അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റഡായിട്ട് പറയുന്നത്. പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം ഞാനിനി അടുത്ത 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യട്ടെ. നല്ല ചൂടായതുകൊണ്ട് വെള്ളം എടുത്തൊഴിക്കാൻ പാടാണ്. ഞാനപ്പോൾ ഈ ഗ്ലാസ്സിൽ തന്നെ എടുത്തത് കൊണ്ടാണ്. നിങ്ങളപ്പോൾ ഈ ചൂട് വെള്ളമാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ എടുക്കാതെ നേരത്തെ അളന്നൊരു പാത്രത്തിൽ എടുത്തിട്ട് ഒന്നിച്ചങ്ങ് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഈ കപ്പിലാണ് ഇപ്പം ഞാൻ കാണിച്ചു തരാമേ മിക്സ് ചെയ്യുന്നത്. ഈ കപ്പിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതേ കപ്പിൽ തന്നെയാണ് വെള്ളവും ചേർത്തിരിക്കുന്നത്. അപ്പം നേരത്തെ നിങ്ങളൊരു പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാൻ ഈ സമയത്ത് ഉപ്പൊന്ന് നോക്കട്ടെ. ഉപ്പ് എപ്പോഴും കുറച്ച് മുൻപോട്ട് നിൽക്കണം ഈ സമയത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിന് ശേഷമാണ് അരി ഇടുന്നത്. അപ്പോൾ അരി ഇടുമ്പോൾ ആ അരിക്കൂടെ ആവശ്യമായ ഉപ്പിടണം. ഇനി ഞാൻ അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കാം. അതിനകത്ത് മുളക് പൊടിയോ ബാക്കി മസാലകളോ ഒന്നും ചേർക്കാറില്ല. മസാല ഫ്ലേവർ കൂടുതൽ വേണ്ടവർക്ക് 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം, കുഴപ്പമില്ല. അപ്പം ഞാനിവിടെ ഒരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം എന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ലവണ്ണം മിക്സ് ചെയ്ത് നല്ല തിള വരണം. നമുക്ക് ഈ സമയത്ത് വീണ്ടും ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കാം. വേറെ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന അരി ഇതിനകത്തോട്ട് ഇടാം. ഇതെന്ന് പറഞ്ഞാൽ ബസുമതി റൈസാണ്. ഞാൻ കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് വരെ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്നു. എന്നിട്ട് ആ വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നമുക്കത് അതോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരി ഇട്ട ശേഷം നല്ലപോലെ മിക്സ് ചെയ്യണം. കാരണം എന്നാൽ മാത്രമേ എല്ലാ ഭാഗത്തും ഉപ്പും അതുപോലെ തന്നെ ആണെങ്കിൽ മസാലയുടെ ഫ്ലേവറും ഒക്കെ വരത്തുള്ളൂ. അപ്പം നല്ലവണ്ണം നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരി ഇട്ടിട്ട് ഒരു തിള വരണം. തിള വന്ന ശേഷം മാത്രമേ നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാൻ പാടുള്ളൂ. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കംപ്ലീറ്റ് അടച്ചു വെച്ച് വിസിലിട്ടിട്ട് 1 വിസിൽ കേൾക്കത്തക്ക രീതിയിലാണ് വെക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. മീഡിയം ഫ്ലെയിമിൽ 1 വിസിൽ കേട്ടിട്ട് നിങ്ങളൊരു 15 മിനിറ്റ് കുക്കർ മാറ്റി വെക്കുക, അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. എന്നാൽ ശേഷം 15 മിനിറ്റ് ശേഷം മാത്രമേ തുറക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് കണ്ടോ, ചെറുതായിട്ട് തിള വന്ന് തുടങ്ങി. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ബേ ലീഫൊക്കെ ഇഷ്ടമല്ലാത്തവരുണ്ടെങ്കിലുണ്ടല്ലോ, സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബേ ലീഫൊക്കെ എടുത്ത് കളയാം. വേണ്ടോ, തിള വന്ന് തുടങ്ങി. ആവിയൊക്കെ നല്ലപോലെ പറക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ്. അത് ഈ ബിരിയാണി ആണെങ്കിലും പുലാവ് ആണെങ്കിലും ഒക്കെ വെക്കുമ്പോഴുണ്ടല്ലോ നമുക്ക് നല്ല ഒരു മണം കിട്ടും. അപ്പം നമുക്കിനി ഇത് അടച്ചു വെക്കാം. കണ്ടോ, ഞാൻ വിസിലിട്ടിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, വിസിൽ മാറ്റണ്ട, വിസിലിട്ട് തന്നെ വെക്കാം. ഞാൻ വിസിൽ കേൾക്കാതെ വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പം ഇതിൻ്റെ ഇതൊക്കെ പോയി നല്ലവണ്ണം തണുത്തു. നമുക്കിത് തുറന്നു നോക്കാം. നല്ലോണം വെന്തിട്ടില്ല. നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അടിയിലത്തെ ചോറിങ്ങനെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഇതിനകത്തുള്ള ലീവ്സൊക്കെ നമുക്ക് എടുത്ത് കളയാം. അങ്ങനെ കഴിക്കുമ്പോൾ ഇതൊരു ബുദ്ധിമുട്ടാണ്, പലർക്കും അത് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ എടുത്ത് കളഞ്ഞിട്ട് സെർവ് ചെയ്താൽ മതി. കേട്ടോ, നിങ്ങൾ കാണുന്നില്ലേ, നോക്കൂ
നല്ല ഭംഗിയായിട്ടില്ലേ? ഇതിനകത്തേക്ക് കുറച്ച് വറുത്ത് വെച്ചിരിക്കുന്ന കിസ്മിസും അതുപോലെ ഞാൻ ഇതിനകത്ത് കറിവേപ്പിലയാണ് വറുത്ത് ചേർക്കുന്നത്. ഈ പുലാവിന് നല്ല ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ കുറച്ച് കിസ്മിസും വറുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. എല്ലാവർക്കും ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.